നെഗറ്റീവിനെ പ്രണയിക്കുന്ന കേരളം. ഈ ഒരു ഹെഡിങ്, ഈ ഒരു ക്യാപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, ഈവൻ പ്രിൻ്റ് മീഡിയയിലാണെങ്കിലും ചുറ്റും സമൂഹത്തിൽ നമ്മൾ നോക്കുന്ന സമയത്തും നമുക്ക് എപ്പോഴൊക്കെയോ ഈ നെഗറ്റീവിനോടൊരു വല്ലാത്ത പ്രണയം നമുക്ക് തോന്നി തുടങ്ങുന്നുണ്ട്. നെഗറ്റീവ് ന്യൂസുകൾ, നെഗറ്റീവ് സെൻസേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അതിൻ്റെ വ്യൂവർഷിപ്പ് വളരെ വലിയ രീതിയിലാണ് കുതിച്ച് മുന്നോട്ട് പോകുന്നത്. അത്രമാത്രം പോസിറ്റീവ് ന്യൂസ് നമ്മൾ ആ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അതിനനുസരിച്ച രീതിയിലൊരു ഇമ്പോർട്ടൻസ് അതിന് നമ്മൾ കൊടുക്കുന്നില്ല. ഇത് പലപ്പോഴും നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മാറുന്നുണ്ടോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. മലയാളികളുടെ ഇടയിൽ നെഗറ്റീവിനോടുള്ള നെഗ് ന്യൂസ്, നെഗ് പീപ്പിൾ, നെഗ് മീഡിയാസ്, ഇത്തരത്തിലുള്ള ഒരു ട്രെൻഡ് നമ്മുടെ ഇടയിൽ എവിടെയൊക്കെ സെറ്റാവുന്നുണ്ട്. ഇതിനെ ശരിക്കും മുതലെടുക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ഇടയിൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. കാരണം അവരാണ് ഈ ന്യൂസ് ഏറ്റവും കൂടുതൽ വലിയ വലിയ ക്യാപ്ഷനോട് കൂടി നമ്മളിലേക്ക് എത്തിക്കുന്നത്. അവരുടെ വ്യൂവർഷിപ്പ് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. അവസാനം സംഭവിക്കുന്നത് ഉള്ളി തോല് പൊളിച്ചതുപോലെ അവസാനം ഉള്ളിൽ ഒന്നുമില്ലാത്ത രീതിയിൽ ഈ നെഗറ്റീവ് ന്യൂസ് ആവിയായി പോകുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. സത്യത്തിൽ ഇവിടെ ആരുടെ സമയമാണ് നഷ്ടപ്പെടുന്നത്? നെഗറ്റീവിനെ പ്രണയിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിലപ്പെട്ട ഏറ്റവും വലിയ അസറ്റായിട്ടുള്ള സമയമല്ലേ നഷ്ടപ്പെടുത്തുന്നത്? ശരിക്കും പലപ്പോഴും നമ്മളുടെ ആ മെൻ്റൽ ഹെൽത്തിനെ പോലും അത് വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. സോ നെഗറ്റീവിനെ പ്രണയിക്കുന്നത് കുറച്ച് കാലത്തേക്കൊക്കെ മെല്ലെ മെല്ലെ മാറ്റി നമുക്ക് കുറച്ചുകൂടെ നമുക്ക് പോസിറ്റീവായിട്ടൊക്കെ ഒന്ന് ചിന്തിച്ചുകൂടെ? എൻ്റെ ഒരു ചോദ്യമാണ്.